ഗ്രൂപ്പ്സ് നമ്മുടെ 25th ചാപ്റ്ററാണ്. ഇതിനകത്തിൽ നമ്മൾ സിമ്പിൾ ഗ്രൂപ്പ് പേരിനെ പോലെ തന്നെ ഫൈനൈറ്റ് സിമ്പിൾ ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലായിരിക്കും നിങ്ങൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. We now come to the E.A. Dorado finite group theory. The simple groups. Simple group theory is a vast and difficult subject. We call it the E.A. Dorado of group theory because of the enormous effort put forth by hundreds of mathematicians over many years to discover and classify all finite simple groups. Let's begin our discussion with the definition of a simple group and some historical background. Definition: simple group. അപ്പം എന്താണെന്ന് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ. എ ഗ്രൂപ്പ് ഈസ് സിമ്പിൾ ഇഫ് ഇറ്റ്സ് ഓൺലി നോർമൽ സബ് ഗ്രൂപ്പ്സ് ആർ ദ ഐഡൻറ്റിറ്റി സബ് ഗ്രൂപ്പ് ആൻഡ് ദ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. അപ്പം നോർമൽ സബ് ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഗ്രൂപ്പ് സിമ്പിൾ ആവണമെങ്കിൽ അതിൻ്റെ ഒരേ ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്സ് വേറൊന്നും ഉണ്ടാവരുത്. നോർമൽ സബ് ഗ്രൂപ്പ്സ് അതിൻ്റെ ഒന്ന് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് അത് മാത്രമായിരിക്കും അതിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ്സ്. ഇതല്ലാതെ വേറെ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. The notion of a simple group was introduced by Galois about 180 years ago. The simplicity of A5, the group of even permutations of on 5 symbols, played a crucial role in his proof that there is not a solution by radicals of the general fifth degree polynomial. സിമ്പിൾ ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് ഗാലോയ്സ് ആണ് 180 ഇയേഴ്സ് എഗോ കൊണ്ടുവന്നത്. ദ സിംപ്ലിസിറ്റി ഓഫ് A5, ദ ഗ്രൂപ്പ് ഓഫ് ഈവൻ പെർമ്യൂട്ടേഷൻസ് അറിയാമല്ലോ, അതിന് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. 5 symbols played a crucial role in his proof that there is not a solution by radicals of the general fifth degree polynomials. അപ്പം ജനറൽ ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ സൊല്യൂഷൻസിൻ്റെ പറ്റി സൊല്യൂഷൻ ബൈ റാഡിക്കൽസ് ഒന്നും ഇല്ല എന്നുള്ളൊരു പ്രൂഫ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അന്നേരം അതിനകത്ത് A5 ഒരു പ്രധാന റോൾ ഉണ്ടായിരുന്നു A5-ന്. ബട്ട് വാട്ട് മേക്സ് സിമ്പിൾ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ തിയറി ഓഫ് ഗ്രൂപ്പ്സ്? എന്താണ് ഈ സിമ്പിൾ ഗ്രൂപ്പ്സിൻ്റെ ഇമ്പോർട്ടൻസ്? ദേ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ പ്ലേ എ റോൾ ഇൻ ഗ്രൂപ്പ് തിയറി സംവാട്ട് അനലോഗസ് ടു ദാറ്റ് ഓഫ് പ്രൈംസ് ഇൻ നമ്പർ തിയറി ഓർ ദ എലമെൻറ്റ്സ് ഇൻ കെമിസ്ട്രി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഈ പ്രൈംസ് ചേർന്നാണ് നമുക്ക് ഏതൊരു നമ്പറിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രൈംസ് ആണല്ലോ. അപ്പം ആ നമ്പർ തിയറിയിൽ പ്രൈംസിൻ്റെ അതേ ഒരു റോളാണ് ഇവിടെ, അല്ലെങ്കിൽ എലമെൻസിന് കെമിസ്ട്രിയിലുള്ള റോളാണ് ഇവിടെ ഈ സിമ്പിൾ ഗ്രൂപ്പിന് ഇവിടെ ഫൈനൈറ്റ് ഗ്രൂപ്പ് തിയറിയിലുള്ളത്. ദാറ്റ് ഈസ് ദേ സെർവ് ആസ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ഓൾ ഗ്രൂപ്പ്സ്. ദീസ് ബിൽഡിംഗ് ബ്ലോക്സ് മേ ബി ഡിറ്റർമിൻഡ് ഇൻ ദി ഫോളോയിങ് വേ. ഗിവൺ, ഇപ്പം നമുക്ക് എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം. ഒരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഗിവൺ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് G ഉണ്ടെന്ന് വിചാരിക്കുക. ചൂസ് എ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് G1 ഓഫ് G = G0 എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് G1 നമ്മൾ എടുക്കുന്നു. ഓഫ് ലാർജസ്റ്റ് ഓർഡർ ഉള്ള ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പ് G0/G1 വേറെ ഒന്നും നോർമൽ സബ് ഗ്രൂപ്പ്സ് കാണത്തില്ല. നമ്മൾ G0-നകത്തുനിന്ന് G0/G1 ആണല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ലാർജസ്റ്റ് നോർമൽ സബ് ഗ്രൂപ്പും പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഇനി ഇല്ല. അപ്പോൾ G0/G1 സിമ്പിളാണ്. ആൻഡ് വി നെക്സ്റ്റ് ചൂസ് എ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് G2 ഓഫ് G1 ഓഫ്. ഇനി അടുത്തത് ഇനി കിട്ടിയ G1-ൻ്റെ ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ലാർജസ്റ്റ് ഓർഡർ G2 നമ്മൾ എടുക്കുന്നു. അപ്പോൾ G1/G2 സിമ്പിളായിരിക്കും. ഇതേപോലെ G0/G1, G1/G2 എക്സെട്ര Gn-1/Gn ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം ആർ കോൾഡ് ദി കോമ്പോസിഷൻ ഫാക്ടേഴ്സ് ഓഫ് G. ഓക്കെ, ഇതെല്ലാം കോമ്പോസിഷൻ ഫാക്ടേഴ്സ് ഓഫ് Gയുടെ കോമ്പോസിഷൻ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്കിതിനെ കാണാം. More than 100 years ago, Jordan and Holder proved that these factors are independent of the choices of the normal subgroups made in the process described. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ജോർദാൻ ആൻഡ് ഹോൾഡർ മാത്തമാറ്റീഷ്യൻസ് പ്രൂവ് ചെയ്തത് ദീസ് ഫാക്ടേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചോയ്സസ് ഓഫ് ദി നോർമൽ സബ്ഗ്രൂപ്പ്സ് മെയ്ഡ് ഇൻ ദ പ്രോസസ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ഈ ഫാക്ടേഴ്സും ഈ നോർമൽ സബ്ഗ്രൂപ്പ്സ് നമ്മൾ എടുത്തതും തമ്മിൽ ബന്ധമില്ലെന്നാണ് പറയുന്നത്. ഇൻ സർട്ടൺ സെൻസ്
A group can be reconstructed from its composition factors, and many of the properties of a group are determined by the nature of its composition factors. ഒരു ഗ്രൂപ്പിനെ നമുക്ക് അതിൻ്റെ കോമ്പോസിഷൻ ഫാക്ടേഴ്സിൽ നിന്ന് എടുക്കാം, ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് മെനി ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്രൂപ്പ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി നേച്ചർ ഓഫ് ഇറ്റ്സ് കോമ്പോസിഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ കോമ്പോസിഷൻ ഫാക്ടേഴ്സിൻ്റെ നേച്ചർ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദീസ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് മെനി ക്വസ്റ്റ്യൻ അബൌട്ട് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ ടു questions about simple groups make clear the importance of determining all finite simple groups. This and the fact that many questions about finite groups can be reduced by induction to questions about simple groups. അപ്പോൾ നമുക്ക് ഈ ഫൈനൈറ്റ് ഗ്രൂപ്പ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഗ്രൂപ്പ്സിനെ പഠിച്ചാലും മതി. മേക്ക് ക്ലിയർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിറ്റർമിനിങ് ഓൾ ഫൈനൈറ്റ് സിമ്പിൾ ഗ്രൂപ്പ്സ്. കാരണം ഇവിടെ നമുക്ക് ഈ നമ്മുടെ ജിയുടെ കോമ്പോസിഷൻ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് G0/G1 അതെല്ലാം സിമ്പിളുമാണ്. അപ്പോൾ നമ്മുടെ ആ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജിയുടെ പഠിക്കുന്നതിന് പകരം ഈ കോമ്പോസിഷൻ ഫാക്ടേഴ്സ് പഠിച്ചാലും മതി. അപ്പം ഈ കോമ്പോസിഷൻ ഫാക്ടേഴ്സ് എല്ലാം സിമ്പിളുമാണ്. അപ്പോൾ അതാണ് ഈ സിമ്പിൾ ഗ്രൂപ്പ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്. ജസ്റ്റ് വിച്ച് ഗ്രൂപ്പ് ആർ ദ സിമ്പിൾ വൺസ്? The abelian simple groups are precisely Z. അപ്പോൾ സിമ്പിൾ ഗ്രൂപ്പ്സ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അബീലിയൻ സിമ്പിൾ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നറിയോ? ഇസഡൻ അബീലിയൻ സിമ്പിൾ ഗ്രൂപ്പ്സ് ആണ് n=1 or n is prime. ഓക്കെ, കാരണം Z1 അതറിയാം. Z1 എന്ന് പറഞ്ഞാൽ Z ആണ്. n പ്രൈമാകുമ്പോൾ ഇസഡിന് പ്രൈമാകുമ്പോൾ Z_P എന്ന് പറയുന്നത് അതിന് വേറെ സബ് ഗ്രൂപ്പുകളൊന്നും ഇല്ലല്ലോ, ട്രിവിയൽ സബ് ഗ്രൂപ്പേ ഉള്ളൂ, കാരണം P പ്രൈം ആയതുകൊണ്ട്. ദിസ് ഫോളോസ് ഡയറക്ട്ലി ഫ്രം ദി കൊറോളറി ഇൻ ചാപ്റ്റർ 11. ഇൻ കോൺട്രാസ്റ്റ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ഡിസ്ക്രൈബ് ദി നൺ അബീലിയൻ സിമ്പിൾ ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ഇപ്പം അബീലിയൻ്റെ കാര്യം നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ പോലെ തിരിച്ച് നൺ അബീലിയൻ്റെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഹിയർ ഈസ് ടു ഗീവ് എ ഫ്യൂ എക്സാമ്പിൾസ് ആൻഡ് മെൻഷൻ എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദ ഡിസ്കവറി. ഇപ്പം കുറച്ച് കാര്യങ്ങൾ, ഫ്യൂ എക്സാമ്പിൾസും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയുന്നു, അത്രേ പറ്റുള്ളൂ. ഇറ്റ് വാസ് ഗാലോയിസ് ഇൻ 1831 ഹൂ ഫസ്റ്റ് ഒബ്സർവ് ദാറ്റ് n is simple for all n greater than or equal to 1. അപ്പോൾ എക്സാമ്പിൾസ് ആണ് n is simple for all n greater than or equal to 5. അദ്ദേഹം കണ്ടുപിടിച്ചു. ദ നെക്സ്റ്റ് ഡിസ്കവറീസ് വെയർ മെയ്ഡ് ബൈ ജോർദാൻ ആണ് ഇൻ 1870 when he found 4 infinite families of simple matrix groups over the field ZP where P is prime. അപ്പോൾ one such family is the factor group. അപ്പം സിമ്പിളായിട്ടുള്ള ഫാമിലി ആണ് SLN ZP. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് n/n മെട്രിസസ് ആണ്. ഓവർ ZP ആണ്. ബൈ സെൻറ്റർ ആണ് Z എന്ന് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഓഫ് SLN of ZP എക്സെപ്റ്റ് വെൻ n is equal to 2 and P is equal to 2 or P is equal to 3. Okay. Between the years 1892 and 1905, the American mathematician Leonard Dickson, see chapter 22 for a biography, generalized Jordan's results to arbitrary finite fields and discovered several new infinite families of simple groups. About the same date was shown by G.A. Miller and F.N. Cole that a family of 5 groups first described by E. Matthew in 1861 were in fact simple groups. Since these 5 groups were constructed by ad hoc method that did not yield infinitely many possibilities like AA or the matrix groups or finite fields, they were called sporadic. നോൺ സിംപ്ലിസിറ്റി ടെസ്റ്റ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ, പിന്നെ ആ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്നൊക്കെയുള്ള ആ ഒരു ഭാഗം, പിന്നെ എക്സാമ്പിൾ, അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നോൺ സിംപ്ലിസിറ്റി ടെസ്റ്റ്. ഇൻ വ്യൂ ഓഫ് ദി ഫാക്ട് ദാറ്റ് സിമ്പിൾ ഗ്രൂപ്പ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ഓൾ ഗ്രൂപ്പ്സ്, ഇറ്റ് ഈസ് സർപ്രൈസിങ് ഹൗ scarce the non-abelian simple groups are. For example, A5 is the only one whose order is less than 168. There are only 5 non-abelian simple groups of order less than 1000 and only 56 of order less than, number കണ്ടല്ലോ,
fact the simple groups are building blocks for all groups എന്ന് നമ്മൾ കണ്ടു. It is surprising how scarce and non-abelian simple groups are. A5 is the only one whose order is less than 168 ഓർഡർ താഴെ വരുന്ന ഒരേ ഒരെണ്ണം A5 ആണ്. There are only 5 non-abelian simple groups of order less than 1000 ആണ്. And only 56 of order less than 10 lakhs. In this section, we give a few theorems that are useful in proving that a particular integer is not the order of a non. അപ്പോൾ non-abelian groups എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ കേട്ടോ. ഒരു വൈഡ് റേഞ്ചിൽ നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ചെണ്ണേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചില ഓർഡറുകളിലുള്ള ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ യൂസ്ഫുൾ തിയറംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് പർട്ടിക്കുലർ ഇൻഡിജർ ഇസ് നോട്ട് ദ ഓർഡർ ഓഫ് എ non-abelian സിമ്പിൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആ ഫസ്റ്റ് സച്ച് റിസൾട്ട് ഈസ് ആൻ ഈസി അരിതമെറ്റിക് ടെസ്റ്റ് ദാറ്റ് കംസ് ഫ്രം കമ്പൈനിങ് സൈലോസ് തേർഡ് തിയറം ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം പവർ ഓർഡർ ഹാവ് നോൺ ട്രിവിയൽ സെൻറ്റേഴ്സ്. അങ്ങനത്തെ ഫസ്റ്റ് സച്ച് റിസൾട്ട് ഈസ് ആൻ ഈസി അരിതമെറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ഫ്രം കമ്പൈനിങ് സൈലോസ് തേർഡ് തിയറവും ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം പവർ ഓർഡർ ഹാവ് നോൺ ട്രിവിയൽ സെൻറ്റേഴ്സ്. Silo test for non-simplicity. Let n be a positive integer that is not prime and let p be a prime divisor of n. If 1 is the only divisor of n that is equal to 1 modulo p, then there does not exist a simple group of order n. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് വേണ്ട എന്നുള്ള രീതിയിലാണ് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കങ്ങനെ പോവാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറേ എണ്ണം 1 മുതൽ 200 വരെ ഉള്ള നമ്പേഴ്സിനകത്ത് സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചേക്കുക. അപ്പോൾ ഇതിനകത്ത് കണ്ടീഷൻ എന്താ? n എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. n പ്രൈം ആവരുത്. പ്രൈംസ് എല്ലാം മാറ്റണം നമ്മൾ. പ്രൈംസിനൊന്നും പ്രോപ്പർ സബ് ഗ്രൂപ്പുകളില്ല. അതുകൊണ്ട് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പുകളും ഇല്ലല്ലോ. അപ്പോൾ പ്രൈംസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് അതിൻ്റെ ഡിവൈസേഴ്സ് നോക്കുക. അപ്പം p എന്ന് പറയുന്നൊരു പ്രൈം എടുക്കുന്നു, അതിൻ്റെ ഒരു ഡിവൈസർ ആവണം. അപ്പോൾ കോൺഗ്രുവൻ്റ് 1 മോഡുലോ p വരുന്ന ഒരു ഡിവൈസർ എടുത്തു കഴിഞ്ഞാൽ 1 മാത്രമേ ആകാൻ പാടുള്ളൂ. അപ്പം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഡറിലുള്ള സിമ്പിൾ ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ സിമ്പിൾ ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളുകളാണ് 12, 24. അപ്പം 12 എങ്ങനെ വന്നെന്ന് ഞാൻ നോക്കാം. അതിനകത്ത് നമുക്ക് 3 എന്ന് പറയുന്നത് 3 ഈസ് എ ഡിവൈസർ ഓഫ് 12 ആണ്, പ്രൈമാണ്. പക്ഷേ 4ഉം ഇതിൻ്റെ ഡിവൈസറാണ് 12ൻ്റെ. 4 എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻ്റ് 1 മോഡ് p ആണ്. അപ്പം 1 മാത്രമല്ല 4ഉം ഈ പറഞ്ഞ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ തിയറത്തിന് ഉള്ള സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് 12 എന്ന് പറയുന്ന സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നിനി നമുക്കുള്ളത് എന്താണ്? നമുക്ക് നോക്കാം. 12 കഴിഞ്ഞാൽ പിന്നെ 10 എന്തുകൊണ്ട് ഇതിനകത്ത് വന്നില്ല? 10 ഓർഡറുള്ള സിമ്പിൾ ഗ്രൂപ്പുകളൊന്നും ഇല്ല. അപ്പം 10 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. നമുക്ക് നോക്കാം. 10ൻ്റെ ഒരു പ്രൈം ഡിവൈസർ 2 ഉണ്ട്. ഓക്കെ, അപ്പം 2 ഡിവൈസറാണ്. അതേപോലെ തന്നെ 5ഉം ഒരു ഡിവൈസറാണ് 10ൻ്റെ. പക്ഷേ 5 കോൺഗ്രുവൻ്റ് 1 മോഡ് 2 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമുക്ക് പിന്നെ ഇതൊരു സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ അല്ലെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഓരോന്നും വരുന്നത്. അപ്പോൾ കുറേ എണ്ണം കിട്ടി. 200 വരെയുള്ളതിൽ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട്. അവർ നെക്സ്റ്റ് ടെസ്റ്റ് റൂൾസ് ഔട്ട് 30, 90 ആൻഡ് 150. അപ്പോൾ ഇത് പോസിബിൾ ഓർഡേഴ്സ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോസിബിൾ ആണ്, ഉറപ്പായിട്ടില്ല. അപ്പം അടുത്തൊരു ടെസ്റ്റ് കൂടെ ആകുമ്പോഴത്തേനും വേറെ ചിലതുകൂടെ അതിനകത്ത് നിന്ന് നമ്മളെടുത്ത് കളയാൻ പറ്റും നമുക്ക്.
ഓഡ് ടെസ്റ്റാണ്. ആൻ ഇൻറ്റീജർ ഓഫ് ദി ഫോം 2 into n where n is an odd number greater than 1 is not the order of a simple group. ആൻ ഇൻറ്റീജർ ഓഫ് ദി ഫോം 2 into n 2 into n ഫോമിലുള്ള ഒരു ഇൻറ്റീജർ where n is an odd number greater than 1 is not the order of a simple group. ഇങ്ങനെ ഈ ഫോമിൽ വരുന്നതൊന്നും സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ അല്ല. ഇപ്പം ഇൻറ്റീജർ ഓഫ് ദി ഫോം 2 into n എന്ന് ഇപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് 2 into 30 നമുക്ക് 2 into 15 എന്ന് എഴുതാം, 90 2 into 45 എന്ന് എഴുതാം, 150 2 into 75 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഇറ്റ്സ് നോട്ട് ദ ഓർഡർ ഓഫ് എ സിമ്പിൾ ഗ്രൂപ്പാണ്. അടുത്ത തിയറം 25.3 ജനറലൈസ്ഡ് കെയ്ലി തിയറം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ലെറ്റ് എസ് ബി the group of all permutations of the left cosets of H in G. Then there is a homomorphism from G into S whose kernel lies in H and contains every normal subgroup of G that is contained in H. G എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, H എന്ന് പറഞ്ഞ സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. S എന്ന് പറഞ്ഞ ബി ദ ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെഫ്റ്റ് കോസറ്റ്സ് ഓഫ് H in G ആണ്. Then there is a homomorphism from G into S whose kernel lies in H and contains every normal subgroup of G that is contained in H. ജി ഒരു ഗ്രൂപ്പാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ജിയുടെ ഒരു സബ് ഗ്രൂപ്പ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ദ ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെഫ്റ്റ് കോസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി എടുക്കുന്നു, അതിൻ്റെ പെർമ്യൂട്ടേഷൻസിൻ്റെ ഗ്രൂപ്പാണ് എസ്. ദെൻ ദെയർ ഈസ് എ ഹോമോമോർഫിസം ഫ്രം ജി ഇൻറ്റു എസ്. ജിന്ന് എസ്സിലേക്ക് ഒരു ഹോമോമോർഫിസം ഉണ്ട് ഹൂസ് കേർണൽ ലൈസ് ഇൻ എച്ച് ആണ് ആൻഡ് കണ്ടെയ്ൻസ് എവരി നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച്. ദെൻ ദെയർ ഈസ് എ ഹോമോമോർഫിസം ഫ്രം ജി ഇൻറ്റു എസ് ഹൂസ് കേർണൽ എവിടെ ആയിരിക്കും? എച്ചിലായിരിക്കും ആൻഡ് കണ്ടെയ്ൻസ് എവരി നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച്. As a consequence of theorem 25.3, we obtain the following very powerful arithmetic test for non-simplicity. ഇൻഡെക്സ് തിയറം ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇഫ് ജി ഈസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എച്ച് ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ജി ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് index of h in g factorial, then h contains a non-trivial normal subgroup of g. In particular, h is not simple. g എന്ന് പറയുന്ന ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, h എന്ന് പറഞ്ഞ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ജി ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി ഫാക്ടോറിയൽ ആണ്. ദെൻ എച്ച് കണ്ടെയ്ൻസ് എ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇൻ പർട്ടിക്കുലർ ജി ഈസ് നോട്ട് സിമ്പിൾ. അപ്പോൾ ജി ഫൈനൈറ്റ് ഗ്രൂപ്പ്, എച്ച് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി ഫാക്ടോറിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് കണ്ടെയ്ൻസ് എ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. മനസ്സിലായി? അപ്പം ഇൻ പർട്ടിക്കുലർ ജി അന്നേരം എന്താവത്തില്ല? സിമ്പിൾ ആവത്തില്ല. അടുത്തത് കൊറോളറി ടു എംബഡിങ് തിയറം. ഇഫ് എ ഫൈനൈറ്റ് non abelian simple group G has a subgroup of index n, then G is isomorphic to a subgroup of an. അപ്പോൾ ഫൈനൈറ്റ് നൺ അബീലിയൻ സിമ്പിൾ ഗ്രൂപ്പ് ഉണ്ട് ജി, അതിന് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് എൻ ഉണ്ടെങ്കിൽ, ഇൻഡെക്സ് എൻ ഉള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, ജി ബൈ എച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് കിട്ടും ആസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് എൻ, ദെൻ ജി ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എൻ ആയിരിക്കും. ഓക്കെ.